ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ തിഹാർ ജയിലിലേക്ക് 14 ദിവസത്തേക്ക് റോസ് അവന്യൂ കോടതി റിമാൻഡ് ചെയ്തു. മദ്യനയ അഴിമതി കേസ് അന്വേഷണവുമായി കേജ്രിവാൾ സഹകരിക്കുന്നില്ല എന്ന് ഇഡി കോടതിയെ അറിയിച്ചു. കള്ളപ്പണം വെളുപ്പിക്കൽ കേസിന്റെ പരിധിയിൽ ഉൾപ്പെടുത്തി ആം ആദ്മി പാർട്ടി അക്കൌണ്ടുകൾ മരവിപ്പിക്കാൻ ഇഡി നീക്കം ആരംഭിച്ചുവെന്നും സൂചനയുണ്ട്. ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ കൂടുതൽ ചോദ്യം ചെയ്യാനുണ്ടെങ്കിലും കസ്റ്റഡിയിൽ വേണമെന്ന വാദം ഇഡി ഇന്ന് ഉയർത്തിയില്ല. ജുഡീഷ്യൽ കസ്റ്റഡിയിൽ കെജ്രിവാളിനെ വിടണം എന്ന് ഇഡി ആവശ്യപ്പെട്ടു. ഭാവിയിൽ കസ്റ്റഡിയിൽ വേണ്ടിവരും. ഫോണിന്റെ പാസ്വേഡ് കൈമാറിയിട്ടില്ല. ചോദ്യങ്ങൾക്ക് എനിക്കറിയില്ല എന്ന് മാത്രമാണ് കെജ്രിവാൾ മറുപടി നൽകുന്നതെന്നും ഇഡി കോടതിയെ ബോധിപ്പിച്ചു. ഇഡി വാദം അംഗീകരിച്ച റൌസ് അവന്യൂ പ്രത്യേക കോടതി ജഡ്ജി കാവേരി ബവേജ ഏപ്രിൽ 15 വരെ കെജ്രിവാളിനെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടു. ഭഗവത്ഗീത, രാമായണം, ഹൗ പ്രൈം മിനിസ്റ്റർ ഡിസൈഡ് തുടങ്ങിയ പുസ്തകങ്ങൾ അനുവദിക്കണം, വീട്ടിൽ നിന്നുള്ള ഭക്ഷണം അനുവദിക്കണം, ലോക്കറ്റ് ധരിക്കാൻ അനുവാദം നൽകണം തുടങ്ങിയ കാര്യങ്ങൾ കേജ്രിവാളിന്റെ അഭിഭാഷകൻ ആവശ്യപ്പെട്ടു. ഇതിൽ കോടതി പിന്നീട് നിലപാട് അറിയിക്കും. കേജ്രിവാൾ കസ്റ്റഡിയിലിരുന്ന് ഉത്തരവ് ഇറക്കുന്നതിനെതിരായ പൊതുതാൽപര്യ ഹർജി ദില്ലി ഹൈക്കോടതി തള്ളി. ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് മൻമോഹൻ അധ്യക്ഷ ഡിവിഷൻ ബെഞ്ച് ഹർജിക്കാരനോട് വിചാരണ കോടതി സമീപിക്കാൻ നിർദ്ദേശിച്ചു. മദ്യനയ അഴിമതിയിൽ മനീഷ് സിസോദിയയ്ക്കും സഞ്ജയ് സിംഗിനും പിന്നാലെ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളും തിഹാർ ജയിലിലേക്കാണ്. ഇനിയിപ്പോൾ ജയിലിൽ ഇരുന്നു കൊണ്ടായിരിക്കും കേജ്രിവാൾ സർക്കാർ നിർദ്ദേശിക്കാൻ പോകുന്നത്. ചരിത്രത്തിൽ ആദ്യമായി തിഹാർ ജയിലിൽ ഇരുന്ന് ഒരു സർക്കാർ നിയന്ത്രിച്ച മുഖ്യമന്ത്രി എന്ന പേര് കൂടി അരവിന്ദ് കെജ്രിവാളിന് എത്തുകയാണ്. വീഡിയോ ജേർണലിസ്റ്റ് അബു താഹിറിനൊപ്പം റിപ്പോർട്ടർ നോബിൾ മാരിക്കാരൻ, ഇൻ റിപ്പോർട്ടർ, ദില്ലി.